എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ ചെറിയ ജാതികൾക്ക് ചെയ്യേണ്ട രാസവളം. ഇന്നിപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്, രാസവളം ചെയ്തു. പക്ഷേ അന്ന് വീഡിയോ നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് അതിന് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ ഇവിടെ നിൽക്കുന്ന ജാതി തൈകളെ പരിചയപ്പെടാം. നമുക്ക് ഈ ജാതി എന്ന് പറയുന്നത് നമ്മുടെ പൂത്തുറ ജാതിയാണ്. ഇപ്പോൾ നമ്മൾ ഡിസംബർ മാസമാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, കായ്കളൊക്കെ നന്നായിട്ട് ഉണ്ടായി കിടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷവും നന്നായിട്ട് കായ ഉണ്ടായിരുന്നു. ഈ വർഷവും ഇത് 3 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ജൂണൊക്കെ ആകുമ്പോഴേക്കും 4 വർഷമാവും. 4ാം വർഷമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്, ഒരു 10 അടിയോളം ഹൈറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പൂത്തുറയുടെ ഒരുവിധം എല്ലാ തൈകൾക്കും നല്ല വളർച്ചയുണ്ട്, അതുപോലെ തന്നെ കായ്കളുമുണ്ട്. ഇതും പൂത്തുറ ജാതിയാണ്. എല്ലാവർക്കും കാണാൻ നന്നായിട്ട് കായ്കളൊക്കെ ചെറിയ ചെറിയ കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്, വലിയ കായ്കളുണ്ട്. നല്ലൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ സൈഡ് നമ്മൾ പൂത്തുറ ജാതികളാണ് കൂടുതൽ നിൽക്കുന്നത്. ഇതൊരു പൂത്തുറ ജാതിയാണ്, അതിലും കായ്കളുണ്ട്. ഉള്ളിലൊക്കെ ആയിട്ട് കായ കിടക്കുന്നുണ്ട്. അടുത്തൊരു പൂത്തുറ ജാതിയാണ്. പൂത്തുറ ജാതിയുടെ നമ്മളുടെ എല്ലാ തൈകൾക്കും തന്നെ കായ്കൾ ഇഷ്ടംപോലെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതൊരു പ്രമോഷനൊന്നുമല്ല, നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ടാണ് ഇവിടെ പറയുന്നത്. പലരും വിചാരിക്കും ഇത് പൂത്തുറ ജാതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അങ്ങനെയല്ല, നമ്മളുടെ അടുത്ത് റിസൾട്ട് കിട്ടിയ ജാതികളെയാണ് കാണിക്കുന്നത്. നമ്മളുടെ എംബറർ ജാതിയാണ്. മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കായ്കൾ നന്നായിട്ട് കായ്കൾ ഉണ്ടായി കിടക്കുന്നു. 5 വർഷമായ തൈയാണ്. കഴിഞ്ഞ വർഷവും നന്നായി കായ ഉണ്ടായി, ഈ വർഷവും നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. ഈ സൈഡൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ കായകളുണ്ട് ഇഷ്ടംപോലെ. ഇവിടെയൊക്കെ കാണാം. ഇത് വേറൊരു വെറൈറ്റിയാണ്. ഐശ്വര്യഗ്രാമിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ല പടർന്ന് പന്തലിച്ചുണ്ടാവുന്ന ഒരു മരമാണ്. 5 വർഷമായ മരമാണ്, പക്ഷേ നന്നായിട്ട് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഒരുപാട് ശിഖരങ്ങൾ. ഇത് ശരിക്കും അതായത് കാട്ട് ജാതിയിൽ ബഡ് ചെയ്തിരിക്കുന്നതാണ്. അത് അവർ തന്നെ ബഡ് ചെയ്തായിരുന്നു, നമ്മൾ ബഡ് ചെയ്തല്ല. ബഡ് ചെയ്തത് മേടിച്ചതാണ്. പക്ഷേ ഇതിൽ കായൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട്, നല്ല രീതിയിൽ കായുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത കൊഴിച്ചിലെന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൊഴിച്ചിലിന് വളരെ കുറവ് കിട്ടും. കാരണം ഇതിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയറിയാം, ഇതിൻ്റെ ഈ ജാതിക്കയുടെ വരുന്ന ഞെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഞെട്ട് നല്ല കട്ടിയിലുള്ള ഞെട്ടാണ്. മറ്റ് ജാതിക്കായനൊക്കെ അപേക്ഷിച്ച് ഇതിൻ്റെ ഞെട്ടിന് ഭയങ്കര കട്ടിയാണ്. ഇത് എവിടെയൊക്കെ കണ്ടറിയാം. നല്ലൊരു കൊമ്പ് പോലെ വണ്ണമുണ്ട്. ഒരു ചെറിയ ഒരു 3-4 ഈർക്കിളി കൂട്ടി വെച്ചാൽ വണ്ണം കിട്ടും. കായുണ്ട്, ഉള്ളിലുണ്ട്, നിറയെ കായകളുണ്ടാവുന്നുണ്ട്. ശിഖരങ്ങളായിട്ട് നല്ല ബുഷായിട്ട് ഉണ്ടാവുന്നതാണ്. നമ്മളുടെ പുല്ലൻ വെറൈറ്റിയാണ്. ജാതി ഏകദേശം ഒരു 8-9 അടി ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. 9 അല്ല 10 അടിയോളം ഉണ്ട്. ഇത് കഴിഞ്ഞ വർഷമൊക്കെ വളർച്ച വളരെ കുറവായിട്ട് നിന്നാണ്. പക്ഷേ ഈ വർഷം വന്നപ്പോഴേക്കും നന്നായിട്ട് വളർന്നു. പെട്ടെന്ന് നല്ല ശിഖരമായിട്ട് കണ്ടോ, ബുഷായിട്ട് നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കായകൾ 2-3 കായാണ് കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ വർഷം നിറച്ച് കായമായിട്ടുണ്ട്. കാണാൻ നിങ്ങൾക്ക് ഓരോ ശിഖരത്തിൻ്റെ ഉള്ളിലും കണ്ടോ, ഈ സൈഡൊക്കെ വന്നു കഴിഞ്ഞാൽ കായകൾ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം, കണ്ടോ, ഇതിൻ്റെ അകത്തൊക്കെ കായകളുണ്ട്. ഈ സൈഡിൽ കൂടെയൊക്കെ ഇവിടെ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ ഭാഗം ഇതിൻ്റെ അകത്തേക്കിടെയൊക്കെ കായകളുണ്ടായിട്ടുണ്ട്. പുല്ലൻ ജാതിയുടെ ഒരു ബഡ് ചെയ്തതാണ്. പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്തതിൽ ഞാൻ അന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിന് പൊതുവെ വളർച്ച കുറവാണെന്നുള്ളത്. അതിൻ്റെ ഒരു 2 ചെടി ഞാൻ വളർന്നേക്കുന്നത് കാണിച്ചു തരാം.
ഗ്രാഫ്റ്റ് ചെയ്തത് ഈ ചെടിയാണ്. ഇതുമ്പോൾ കായൊന്നും ഉണ്ടായിട്ടില്ല, പുല്ലൻ ജാതിയാണ്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, ഇത് ഏകദേശം ഒരു 5.5 അടിയൊക്കെ ഹൈറ്റാണ് വന്നിട്ടുള്ളൂ. മറ്റത് ഒരു 10 അടി ആയപ്പോൾ ഇതിൻ്റെ പകുതി വളർച്ചയുള്ളൂ ഇതിന്. ഇതിൻ്റെ വേറൊരു ഗ്രാഫ്റ്റ് ചെയ്ത ചെടിയുണ്ട്, അത് അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, അതും കാണിച്ചു തരാം. ഗ്രാഫ്റ്റ് ചെയ്താണ്, ചെറിയ ചെടിയാണ് വേണ്ട. ഇതിനും വലിപ്പം അധികം വന്നിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് അത് ബഡ് ചെയ്തതിലേക്ക് തിരിയുമ്പോൾ അതിൻ്റെ നേരെ ബാക്കിലുണ്ട് ഒരു ബഡ് ചെയ്തത്. ഇവിടെ ഇത് പുല്ലൻ്റെ തന്നെ ബഡ് ചെയ്തതാണ്. ഇപ്പോൾ കണ്ടോ, ഇതിന് നല്ല വളർച്ചയുണ്ട്, ഇതിലും കായകൾ ഉണ്ടാവുന്നുണ്ട്. ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും കായകളൊക്കെ നന്നായിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചെറിയ ചെറിയ കായകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എവിടെയൊക്കെ ചെറിയ ചെറിയ കായകൾ അടിയിലുണ്ട്. ഇനി ഇതിൻ്റെ പത്രിക്കനം, അതായത് കായയുടെ ക്വാളിറ്റി ഒക്കെ നമുക്ക് അത് വിളവെടുക്കുന്ന സമയത്ത് പറയാം. അതിനുവേണ്ടി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ പലരും പറയും ഗ്രാഫ്റ്റ് ചെയ്തതിന് നല്ല വളർച്ചയാണെന്നൊക്കെ പറഞ്ഞ് കുറച്ച് കമൻസൊക്കെ കണ്ടിരുന്നു. പക്ഷെ നമ്മളുടെ അനുഭവത്തിൽ ഇങ്ങനെയാണ് അവസ്ഥ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ബഡ് ചെയ്ത് വാങ്ങിക്കുക, അതിന് പെട്ടെന്ന് ഒരു വളർച്ച കാണുന്നുണ്ട്. എല്ലാ ജാതി തൈകൾക്കും ബഡ് ചെയ്താണെങ്കിൽ നന്നായിട്ട് വളർന്നു കാണുന്നുണ്ട്. നമുക്കിനി രാസവളങ്ങളെ കുറിച്ച് പറയാം. അതായത് നമ്മൾ ഓൾറെഡി കുമ്മായമൊക്കെ ഇട്ട് ജൈവവളമൊക്കെ ഇട്ടതിന് ശേഷം ആ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടാൽ മതി. ചെറിയ ജാതികൾക്ക് നമ്മൾ ജൈവവളം ചെയ്തൊക്കെ. അതിനുശേഷം നമ്മൾ രാസവളം ചെയ്തിരുന്നു. അപ്പോൾ അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് രാസവളം ചെയ്തതിൻ്റെ ക്വാണ്ടിറ്റി, എന്തൊക്കെ ഐറ്റംസ് അത് ഞാൻ പറയാം. നമുക്ക് ആവശ്യമുള്ളത് യൂറിയ, പൊട്ടാഷ്, രാജ്ഫോസ്. ഈ 3 എണ്ണത്തിൽ നമ്മൾ യൂറിയ വന്നിട്ട് 350 ഗ്രാം, അത് ഒരു വർഷത്തേക്കാണ് വേണ്ടത്. ഈ ഒരു വർഷത്തെ 350 ഗ്രാം ഡിവൈഡഡ് ബൈ 3, 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം എടുത്താണ് ഈ ഒരു പ്രാവശ്യം ഇടണയിൽ ചേർക്കുന്നത്. അതുപോലെ 1 കിലോ പൊട്ടാഷ്, 1 കിലോ രാജ്ഫോസ്. അപ്പോൾ ഏകദേശം യൂറിയ വന്നിട്ട് നമുക്ക് 116 ഗ്രാമും പൊട്ടാഷ്യം രാജ്ഫോസും 166 ഗ്രാം വെച്ച് വരും. ടോട്ടൽ ഒരു 450 ഗ്രാമോളം ഒരു ചെടിക്ക് ഒരു പ്രാവശ്യം. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസം. അടുത്തത് ഇനിയും ജാനുവരിയിൽ ചെയ്യണം. ജാനുവരിയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇതേ അളവ് തന്നെ ജാതിക്ക് ഈ വളം ചെയ്തതിന് ശേഷം നമ്മൾ നനച്ചു കൊടുക്കണം. അതുപോലെ മണ്ണിൽ നനവില്ലെങ്കിൽ തന്നെ നനച്ചിട്ട് വേണം ഈ രാസവളങ്ങൾ ഇടാനായിട്ട്. അപ്പോൾ ചെറിയ തോതിലിട്ട് കഴിഞ്ഞാൽ ജാതിക്ക് നല്ല വളർച്ച കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത് ജൈവവളം മാത്രം ചെയ്യുന്നവർക്ക് നമ്മളിതൊരു സജഷനായിട്ട് പറയുന്നതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു എന്നുള്ളൂ. ഇതിപ്പോൾ ജൈവവളം മാത്രം ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് ആ രീതിയിലും പോവാം. അപ്പോൾ നമുക്ക് ഈ ജാതിക്കായ്ക്ക് അത്യാവശ്യം ഫ്ലവറിനൊക്കെ നല്ലൊരു വലിപ്പം, കായ്ക്കൊക്കെ വലിപ്പം ഈ ചെറിയ രീതിയിൽ രാസവളം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. സാധാരണയിലും വലിപ്പം, ജൈവവളം ചെയ്യുന്നതിനേക്കാളും വലിപ്പം. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ, അളവിൽ രാസവളങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരാം. അതുപോലെ ഇതിന് ശേഷം നമ്മൾ ഒരു 5 ദിവസത്തിന് ശേഷം നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ്, അത് നമുക്ക് വലിയ ജാതികൾക്ക് 250 ഗ്രാം, അതായത് 750 ഗ്രാമാണ് വേണ്ടത്. ഇത് നമുക്ക് ടോട്ടൽ 250 ഗ്രാം മതി. 250 ഗ്രാം ഡിവൈഡഡ് ബൈ 3, അതായത് 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഗ്രാമാണോ അപ്പോൾ ഏകദേശം ഒരു 80 ഗ്രാം, 100 ഗ്രാം വെച്ച് വരില്ല, 250 അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 80 ഗ്രാം വെച്ചൊക്കെ മഗ്നീഷ്യം ഇട്ട് കൊടുക്കുക. അപ്പോഴും നനച്ച് കൊടുക്കുക. മണ്ണിൽ നനവ് വേണം, രാസവളം ഉണ്ടാകുമെങ്കിൽ അല്ലെങ്കിൽ വേരിനൊക്കെ ക്ഷത വെക്കാൻ സാധ്യതയുണ്ട്. അപ്പം നനച്ച് കൊടുത്ത് നല്ല രീതിയിൽ വളർന്നു വരും. അവർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.